പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 11-ാം തീയതി ഞായറാഴ്ച, കർത്താവിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ദിവസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടെ ഈശോയുടെ വചനങ്ങൾ കേൾക്കാനും അവിടുത്തെ ബലിയിൽ പങ്കുചേരാനും വലിയ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോടൊപ്പം ഇന്നുണ്ടായിരിക്കണമേ. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം എന്ന് ധ്യാനിക്കാം. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന വചനഭാഗം. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിൻ്റെതായ ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മുടെയും ജീവിതത്തിലേക്ക് കടന്നു വരും. അങ്ങനെയുള്ള ദുഃഖങ്ങളിൽപ്പെട്ട് നിരാശയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരേ ഒരു വഴി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ്. ആത്മാവിൻ്റെ അഭിഷേകം കടന്നു വരുന്നതോടെ നമ്മുടെ ദുഃഖം ആനന്ദമായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങൾ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.